അവിടെ പോയി. അവിടെ നിൽക്കാൻ. ഇത് മോളെ 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 കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അങ്കിള്. എന്താ പറ്റി? ഞാൻ നോക്കുമ്പോ കത്തിയിട്ട് ഒരാൾ കുത്താൻ വരുമായിരുന്നു. ഭാഗ്യത്തിന് തടയാൻ പറ്റിയത്. ആരാ അവരൊക്കെ? അറിയില്ല. ഒരുത്തനെ പോലും പിടിക്കാൻ പറ്റിയില്ല. കഷ്ടായി പോയി. പിടിച്ചിരുന്നെങ്കില് അവർ ഇവിടുന്ന് വന്നു ആരയച്ചു എന്നൊക്കെ അറിയായിരുന്നു. സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ദേവിക ആന്റി വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടതല്ലേ? അതെ, ദൈവം അയച്ചതാ ആന്റിയെ. ശരിയെന്നാ ഞങ്ങള് പോട്ടെ. അല്ല, നിനക്ക് കുഴപ്പമില്ല. മോളെ മോളെ ഓക്കെ അല്ലേ? മോളെ താങ്ക്സ് ദേവിക ആന്റി. എന്തിന്? നന്ദി എന്നോടല്ലോ, ഈശ്വരനോടല്ലേ പറയേണ്ടത്. ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്ക് മുന്നില് ഈശ്വരൻ വന്നത് ദേവികയുടെ രൂപത്തിലാണല്ലോ. അപ്പോ ദേവികയോട് തന്നെ താങ്ക്സ് പറയേണ്ടത്. അതുകൊണ്ടാണ് മോള് പറഞ്ഞത്. നിങ്ങള് ഇന്ന് തന്നെ തിരിച്ചു പോവോ അതോ? ഇന്ന് തന്നെ പോവും. സത്യത്തില് ഞാനല്ല വരേണ്ടിയിരുന്നത്, നിരഞ്ജൻ ഡോക്ടറാ. പകരക്കാരനാ ഞാൻ. ഞങ്ങള് ഓഫീസ് സംബന്ധമായിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഇവിടെ വന്നത്. അപ്പഴാ ഞങ്ങളുടെ പണി കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുവാ. ഞങ്ങളും കുറച്ച് കഴിയുമ്പോ ഇറങ്ങും. അവര് വഴിയിലൊന്നും കാത്തു നിൽപ്പില്ലായിരിക്കുമല്ലേ? എങ്കിലും അവന്മാര് വിവരം അറിയും. രണ്ടിനെ ഞാൻ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അല്ല, വിരോധമില്ലെങ്കിൽ നമുക്ക് ഓരോ കപ്പ് കാപ്പി കുടിച്ചാലോ? വേണ്ട, അതൊക്കെ ഇനി ഒരിക്കലാവാം. തിരക്കുണ്ട്, പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അച്ഛനെക്കാളും വലിയ ഡോക്ടർ ആവണം.
സോറി, ഞാൻ ഉദ്ദേശിച്ചത് ഏയ് സാരമില്ല, അങ്ങനെ കേൾക്കാൻ തന്നെ എനിക്കും ഇഷ്ടം. ദാ ഇപ്പൊ തന്നെ നോക്ക്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളല്ലേ എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചത്. ആ, ജീവിതം അങ്ങനെയാണെന്ന്